Good morning. ഒന്നാമത്തെ ടെക്സ്റ്റിലെ 17ാമത്തെ ചോദ്യം, 17th question. The writer regards the study of children in foster care as significant because it. The writer regards the study, ഈ ഒരു പഠനത്തെ റൈറ്റർ വളരെ കാര്യമായിട്ട് പരിഗണിക്കുന്നു. ഏത് പഠനത്തെ? ഫോസ്റ്റർ കെയറിലെ കുട്ടികളെ പറ്റിയുള്ള അല്ലെങ്കിൽ ഫോസ്റ്റർ കെയറിലെ കുട്ടികളിൽ നടത്തിയ പഠനത്തെ നമ്മുടെ റൈറ്റർ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട്, പ്രധാനപ്പെട്ടതായിട്ട് പരിഗണിക്കുന്നു. കാരണം ഈ ഫോസ്റ്റർ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു അനാഥാലയം എന്ന മീനിങ് എടുക്കാം. കാരണം കുട്ടികളെ പരിപാലിക്കുന്ന ഒരിടം, ഇതിനപ്പുറത്തേക്ക് അതിനെ കൊണ്ടുപോകണ്ട. ഓക്കെ, നമുക്ക് ആൻസറിനായിട്ട് എന്ത് ചെയ്യാം? നേരെ പാരഗ്രാഫിലേക്ക് പോകാം. A recent study found children in foster care 3 times more likely than others to be diagnosed with ADHD. അപ്പം ഈ അടുത്ത കാലത്ത് നടന്ന പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് സാധാരണ കുട്ടികളിൽ നിന്നും ഈ ഫോസ്റ്റർ കെയറിലെ കുട്ടികളിൽ 3 മടങ്ങ് കൂടുതൽ ADHD കണ്ടുപിടിക്കപ്പെടുന്നു. അതായത് പുറത്ത് സാധാരണ കുട്ടികളിൽ ഒരാൾക്കാണ് 100 പേരെ എടുത്തു കഴിഞ്ഞാൽ ADHD ഡയഗ്നോസ് ചെയ്യപ്പെടുന്നെങ്കിൽ ഇവിടെ എത്തുമ്പോൾ 3 പേരിലേക്ക് എത്തുന്നു. അതാണ് 3 മടങ്ങ് കൂടുതലാണെന്ന് പറയുന്നത്. ഇനി researchers also found that children with ADHD in foster care were more likely to have another disorder such as depression or anxiety. Researchers also found that, അപ്പം മേൽ പറഞ്ഞ ആ പഠനം മാത്രമല്ല, റിസർച്ചേഴ്സ് ഇതും കൂടി കണ്ടുപിടിക്കപ്പെട്ടിട്ട് എന്താണ്? ചിൽഡ്രൻ വിത്ത് ADHD ഇൻ ഫോസ്റ്റർ കെയർ, ഫോസ്റ്റർ കെയറിലെ ADHD ഉള്ള കുട്ടികളിൽ മറ്റ് കുറച്ച് ഡിസോർഡേഴ്സ് കൂടി ഉള്ളതായിട്ട് അവർ കണ്ടുപിടിച്ചു. അത് ഏതൊക്കെയാണ് ഡിസോർഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സച്ച് ആസ് ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി. അതായത് ADHD ഉള്ള ഫോസ്റ്റർ കെയറിലെ കുട്ടികളിൽ ഡിപ്രഷനും ആങ്സൈറ്റിയും കൂടി ഉള്ളതായിട്ട് അവർ കണ്ടുപിടിച്ചു. ക്ലിയർ? ഓക്കെ. This finding certainly reveals the need for medical and behavioral services for these children, but it could also prove the non-specific nature of the symptoms of ADHD. Anxiety and depression or an altered state can easily be mistaken for manifestations of ADHD. ഇതൊരു വലിയ സെന്റൻസ് ആണ്. നമുക്ക് പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വിഘടിപ്പിച്ച് നമുക്ക് അതിൻ്റെ അർത്ഥം നോക്കാം. This findings certainly reveals, ഈ ഫൈൻഡിങ്സ് വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരും. എന്താണ്? The need for medical and behavioral services for these children. അതായത് ഈ പഠനം നമുക്ക് വ്യക്തമായി കാണിച്ചു തരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോസ്റ്റർ കെയറിലെ കുട്ടികൾക്ക് വൈദ്യശാസ്ത്രപരമായും സാമൂഹ്യപരമായും ഒരു പരിരക്ഷ, സംരക്ഷണം വേണമെന്ന് ഈ പഠനങ്ങൾ നമുക്ക് കാണിച്ചു തരും. ബട്ട് എന്നാൽ ഇറ്റ് കുഡ് ഓൾസോ പ്രൂവ്, അത് വീണ്ടും ഇതും കൂടി തെളിയിക്കുന്നുണ്ട്. എന്തും കൂടെ? The non-specific nature of the symptoms of ADHD. ഈ ADHD എന്ന് പറയുന്ന അസുഖത്തിന്റെ നോൺ സ്പെസിഫിക് നേച്ചർ, കൃത്യമല്ലാത്ത ഒരു നേച്ചർ, സ്വഭാവവിശേഷം അല്ലെ. അപ്പം ഈ ADHD ഈ ഫോസ്റ്റർ കെയറിലെ കുട്ടികൾക്ക് വൈദ്യശാസ്ത്രപരമായും സാമൂഹ്യപരമായ പരിരക്ഷ വേണം എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു പഠനം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ADHDയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നോൺ സ്പെസിഫിക് ആണ്, കൃത്യതയില്ലാത്തതാണ്. അല്ലെങ്കിൽ നമുക്ക് വളരെ പ്രിസൈസ്ഡ് ആയിട്ട് പറയാൻ സാധിക്കില്ല ഇത് ഇതിന്റെ ലക്ഷണമാണ്, ഇതിന്റെ ലക്ഷണമല്ല എന്ന് പറയാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം കൂടെ നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരും. ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ ഓർ ആൻഡ് അൾട്ടേർഡ് സ്റ്റേറ്റ്സ്, അതിനൊരു ഉദാഹരണം പറയാൻ ഈ പറയുന്ന ആങ്സൈറ്റിയോ ഡിപ്രഷനോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും അൾട്ടേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ ക്യാൻ ബി മിസ്റ്റേക്കൺ ഫോർ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ADHD. അപ്പം ഈ പറയുന്ന അവസ്ഥകൾ, അതായത് ഈ ആൻസൈറ്റിയോ ഡിപ്രഷനോ അതുപോലുള്ള മറ്റേതെങ്കിലും സാധ്യമായ അവസ്ഥകൾ എന്തായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാം? ADHD ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടാം. ശരിക്കും ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദ പാർട്ട് ഓഫ് ADHD, അത് ADHD അല്ല. പക്ഷെ ഈ ലക്ഷണങ്ങളെ എന്തായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാം? ADHD എന്ന അസുഖമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാം. ക്ലിയർ? ഇപ്പൊ നമുക്ക് പാരഗ്രാഫ് എന്താണെന്ന് മനസ്സിലായി. Let's go to the question once again. നമ്മൾ ഈ ചോദ്യം ഒന്നുകൂടെ നോക്കുക. The writer regards the study of children in foster care as significant because it, ഈ ഫോസ്റ്റർ കെയറിലെ കുട്ടികളിൽ നടക്കുന്ന പഠനത്തിനെ നമ്മുടെ റൈറ്റർ, എഴുത്തുകാരൻ വളരെ പ്രധാനപ്പെട്ടായിട്ട് കണക്കാക്കുന്നു. എന്തുകൊണ്ട്? നമുക്ക് നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് ഹൈലൈറ്റ്സ് ദ ഡിഫിക്കൽട്ടി ഓഫ് ഡിസ്റ്റിങ്വിഷിംഗ് ADHD ഫ്രം അതർ കണ്ടീഷൻസ്. അതായത് ഇതിനെ ഇയാൾ പ്രധാനപ്പെട്ടതാണ് എന്ന് കണക്കാക്കാനുള്ള കാരണം ഈ പഠനം ഹൈലൈറ്റ്സ്, ഉയർത്തിക്കാട്ടുന്നു. എന്ത് ഉയർത്തിക്കാട്ടുന്നു?
ദ ഡിഫിക്കൽട്ടി ഓഫ് ഡിസ്റ്റിങ്വിഷിംഗ് ADHD ഫ്രം അതർ കണ്ടീഷൻ. മറ്റുള്ള അവസ്ഥകളിൽ നിന്ന് ADHDയെ വേർതിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ തരം തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടിനെ ഈ പഠനം ഉയർത്തി കാണിക്കും. അങ്ങനെ കാര്യം പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ടോ? ലാസ്റ്റ് നോക്കിക്കേ, ഉണ്ടല്ലേ. ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ ഉള്ള ഈ സാഹചര്യം ക്യാൻ ഈസിലി ബി മിസ്റ്റേക്കൺ ആസ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് ADHD. ഈ ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ ADHDയുടെ ലക്ഷണങ്ങളായിട്ട് അല്ലെങ്കിൽ പ്രകടനങ്ങളായിട്ട് അല്ലെങ്കിൽ അതിന്റെ തുടക്കം ആവിർഭാവമായിട്ട് നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടാം എന്ന് പറയുന്നു. അതായത് ADHD നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ള കണ്ടീഷൻസ് നിന്ന് വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ശരിക്കും ആ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളവിടെ നിർത്തിയിട്ട് ബിയിലേക്ക് പോവുകയാണ്. ബി ഓപ്ഷൻ പറയുന്നത് ഫോക്കസസ് ഓൺ ചിൽഡ്രൻ നോൺ ടു ഹാവ് കോംപ്ലക്സ് മെന്റൽ ഡിസോർഡർ. അതായത് ഈ പഠനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഈ എഴുത്തുകാരൻ കണക്കാക്കുന്നതിന് കാരണം ഈ പഠനം ഫോക്കസസ് ശ്രദ്ധ ചെലുത്തുന്നു ഓൺ ചിൽഡ്രൻ നോൺ ടു ഹാവ് കോംപ്ലക്സ് മെന്റൽ ഡിസോർഡേഴ്സ്. അതായത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള മെന്റൽ ഡിസോർഡർ ഉള്ള കുട്ടികളിലാണ് ഈ പഠനം കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. അതുകൊണ്ട് ഈ പഠനം വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അങ്ങനെ കോംപ്ലക്സ് മെന്റൽ ഡിസോർഡർ ഉള്ള കുട്ടികളെ പ്രത്യേകമായിട്ട് തരംതിരിച്ച് പഠിക്കുന്നതായിട്ട് ഈ പാരഗ്രാഫിൽ എവിടെയും പറയാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രെയിറ്റ് ആയിട്ട് ബി എന്ന് പറയുന്ന ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യാം. ക്ലിയർ? ഇത് നമ്മൾ സിയിലേക്ക് എത്തുക. സജസ്റ്റ് എ ലിങ്ക് ബിറ്റ്വീൻ ADHD ആൻഡ് എ ചൈൽഡ്സ് അപ്ബ്രിംഗിങ്. അതായത് ഈ പഠനം വളരെ പ്രധാനപ്പെട്ടതായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠനം സജസ്റ്റ് ചെയ്യുന്നു. എന്ത് സജസ്റ്റ് ചെയ്യുന്നു? എ ലിങ്ക് ബിറ്റ്വീൻ ADHD ആൻഡ് ചൈൽഡ്സ് അപ്ബ്രിംഗിങ്. ഒരു കുട്ടിയുടെ വളർച്ച അല്ലെങ്കിൽ കുട്ടിയെ വളർത്തിയെടുക്കുന്ന ആ ഒരു പ്രക്രിയയും ADHDയും തമ്മിലുള്ള ബന്ധത്തെ ഇത് സജസ്റ്റ് ചെയ്യും. അങ്ങനൊരു കുട്ടികളുടെ അപ്ബ്രിംഗിങ്ങും അതും ഈ ഒരു ADHD നമ്മളുടെ ബന്ധത്തെ പറ്റി പാരഗ്രാഫിൽ എങ്ങനെ പറയാത്തതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സി എന്ന് പറയുന്ന ഓപ്ഷനും ഡിലീറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് ഉള്ളതാണ് ഡി, draws attention to the poor care given to such children. അതായത് ഈ പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ഇറ്റ് ഡ്രോസ് അറ്റൻഷൻ, അത് ശ്രദ്ധ ആകർഷിക്കുന്നു. എന്തിലേക്ക്? ടു ദ പുവർ കെയർ ഗിവൺ ടു സച്ച് ചിൽഡ്രൻ. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കിട്ടുന്ന വളരെ ദുരിതപൂർണമായ പുവർ കെയർ എന്ന് പറഞ്ഞാൽ നിലവാരമില്ലാത്ത കെയർ, സംരക്ഷണം അല്ലെ. അപ്പം ഈ പഠനം കുട്ടികൾക്ക് ലഭിക്കുന്ന നിലവാരമില്ലാത്ത സംരക്ഷണത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കും. അങ്ങനെ ഈ കുട്ടികൾക്ക് സംരക്ഷണം കിട്ടുന്നില്ല എന്നോ അല്ലെങ്കിൽ അത് നിലവാരമില്ലാത്തതാണെന്നോ എന്ന പാരഗ്രാഫി നമ്മൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഡിയും നമ്മൾ എടുത്തു കളയുന്നു. സോ അവർ ആൻസർ ഈസ് എ, ബിക്കോസ് it highlights the difficulty of distinguishing ADHD from other conditions. Means we are not at all able to identify which are the symptoms of ADHD and which are not the symptoms of ADHD. ADHDയുടെ സിംറ്റംസ് ഇന്നതാണ്, ഇന്നത് അതിന്റെ സിംറ്റംസ് അല്ല എന്ന് വ്യക്തമായ ഒരു വേർതിരിവ് നമുക്ക് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ നമ്മുടെ ഭാഗത്തില്ല. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞ ഈ പഠനം എടുത്തുക. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് us. താങ്ക് യു.